ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഒരു ഓണം കൂടെ കടന്നുപോയി. എല്ലാവർക്കും കുറച്ച് താമസിച്ചാണെങ്കിലും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണത്തിന്റെ ആ ഡേയിൽ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ കുറച്ച് പേരൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ചെറിയൊരു ഓണാഘോഷ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇതിപ്പോ ഓണം കഴിഞ്ഞ് 2 days ആയിട്ടുണ്ട്. അപ്പം അന്ന് ഞാൻ അവിടെ പോയത് കൊണ്ട് തന്നെ എനിക്ക് ആലീസിനും നിലയ്ക്കും ഒന്നും ഫുഡ് എന്ന് വെച്ചാൽ വലിയ ഓണസദ്യയല്ല, ചെറിയൊരു സദ്യ പോലും കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഓർത്തു ഓക്കെ, അതിന് പകരം ഇന്ന് എനിക്ക് ഓഫാണ്. അപ്പൊ ഇന്നൊരു ചെറിയ രീതിയിൽ കുറച്ച് വെജിറ്റബിൾസും കൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ കറികളും തോരനോ മെഴുക്കുരുട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ചെറിയൊരു സദ്യ ആക്കി എടുത്താലോ എന്ന് ചിന്തിച്ചു. അപ്പൊ അവര് രണ്ടുപേരും ഡ്യൂട്ടിയിലാണ്. അപ്പൊ അവര് വരുമ്പോ വൈകിട്ട് 3 പേർ കൂടി ഇരുന്ന് കഴിക്കുക, ആ ഒരു രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്തത്. ഇപ്പൊ ഈവനിങ് ആയി. രാവിലെ എനിക്ക് കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു ഇനി ഇപ്പൊ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാന്ന്. പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഓർഡർ ചെയ്തതൊക്കെ ഇപ്പോഴാണ് വന്നത്. അപ്പൊ എന്താണെങ്കിലും നമുക്ക് ഇന്ന് ചെറിയൊരു എന്റെ രീതിയിലുള്ള ഒരു മിനി വേർഷൻ ഓഫ് സദ്യ നമുക്ക് ഉണ്ടാക്കാം. ബിക്കോസ് സദ്യയിലെ കൂട്ട് പറയുന്ന അത്രയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും എന്തെങ്കിലും ഒരു 3-4 കറി വെച്ചിട്ട് ഒരു പായസം ഉണ്ടാക്കി ഇലയിൽ 3 പേരുടെ കഴിക്കുക, അത്രേ ഉള്ളൂ. ബിക്കോസ് കേരളീയരുടെ ദേശീയ ഉത്സവമാണല്ലോ ഓണം. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടുകാരോട് ജീവിക്കുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്ത് മലയാളി. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് എൻ്റെ കുക്കിംഗ് സ്കിൽസ് ഒക്കെ പുറത്തെടുക്കാൻ പോവാണ്. നമുക്ക് നോക്കാം അവർക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്ന്. പിന്നെ ഞാൻ അന്ന് അവിടെ പോയപ്പോഴാണെങ്കിലും ഫുഡൊക്കെ ഞാൻ അവർക്കും കൊണ്ടുവന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഓണം ഡേയിൽ. പക്ഷെ അതെന്നാലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന അത്രയൊരു സുഖമില്ലല്ലോ. അത് ഞങ്ങളെല്ലാവരും അവിടെ കഴിച്ച് എൻജോയ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ബാക്കി കുറേയൊക്കെ വന്നതൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ അതും ഇവിടെ നിന്ന് ഷെയർ ചെയ്ത് കഴിച്ചു. പക്ഷെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് വേണ്ടി ഉണ്ടാക്കി ഒരു ഇലയൊക്കെ ഇട്ട് കഴിക്കുന്ന ആ ഒരു സുഖം കിട്ടാൻ വേണ്ടിയാണ്. നമുക്ക് നോക്കാം ആ ഒരു ഫീൽ വരുമോ ഇല്ലയോ എന്ന്. മേ ബി ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടൊക്കെ പറയുന്നു ചെയ്യുന്നുമുണ്ട്. പക്ഷെ അവർ വരുമ്പോൾ അവരുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. മേ ബി ജോലി കഴിഞ്ഞ് ടയേർഡായിട്ട് വന്ന് എന്തെങ്കിലും കഴിച്ച് കിടക്കണമെന്നേ അവർക്ക് കാണത്തുള്ളൂ. സാരമില്ല, നമ്മൾ ചെയ്യുന്നത് അവരെന്ത് വിചാരിക്കും, അവരെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ചിന്തിച്ചിട്ടല്ലല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ കലാപരിപാടികളിലോട്ട് കിടക്കാം. അപ്പൊ ഞാൻ വാങ്ങിച്ച കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസം ഞാൻ പുറത്തു പോയപ്പോൾ കേരള സ്റ്റോറിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചത് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഒനിയൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒനിയൻ, ക്യാരറ്റ്, അതൊക്കെ ഞാൻ ആസിഡെന്ന് ഇപ്പോൾ ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ അതും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുക്കിംഗ് തുടങ്ങാം. ആക്ച്വലി ഞാൻ ആദ്യം എന്തുണ്ടാക്കണം എന്നുള്ള പ്ലാനിങ്ങിലൊന്നും അല്ല നിൽക്കുന്നത്. എന്തെങ്കിലും കൈ കിട്ടുന്ന ആദ്യം ചെയ്യുക എന്നുള്ളൊരു രീതിയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. പിന്നെ നിങ്ങൾ റൂം ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്യുക. ഞാൻ വലിയ പ്രിപ്പറേഷനൊന്നും ഇല്ലാതാണ് ഇന്ന് ഈ വീഡിയോ എടുക്കാമെന്ന് തന്നെ ഓർത്തത്. ബിക്കോസ് ഓണമായിട്ട് നമ്മുടെ വകയായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ വീഡിയോ വേണ്ടേ. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ എങ്ങനെ ഓണം ആഘോഷിച്ചു അതൊക്കെ നിങ്ങളും കൂടെ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കാം. പിന്നെ മെയിൻ ഇതിലെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓണമെന്ന് പറഞ്ഞാലും ബസ്മതി റൈസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ബിക്കോസ് നമ്മുടെ റൈസ് അവർക്ക് 2 പേർക്കും ഇഷ്ടമല്ല. അപ്പോൾ അവർക്കത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ പറയുന്നത് നമ്മുടെ കുത്തിരിയൊക്കെ ഇട്ടുണ്ടാക്കുമ്പോൾ വലിയ റൈസാണ്, അവർക്ക് ചോറ് വലുതായിട്ടിരിക്കും, അത് ഇഷ്ടമല്ലെന്നാണ്. അപ്പോൾ ഞാൻ ബസ്മതി റൈസ് ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് ചോറുണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമേ ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഞാൻ എപ്പോഴും ചോറ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഒത്തിരി വെന്ത് പോകും, അല്ലെങ്കിൽ വേഗത്തില്ല ശരിക്കും. അപ്പോൾ അത് ആദ്യമേ പ്രോപ്പറായിട്ട് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ സൈഡായിട്ട് ഈ മത്തങ്ങയും പയറും കൂടി ഇട്ടുള്ളൊരു എരിശ്ശേരിയോ കറിയോ അതും കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അരി ഇതിലാണ്. ഞാൻ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഓണസദ്യക്കല്ല, അത് എനിക്കാണ് വേറൊരു ദിവസം എടുക്കാൻ. അരി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിസ്സായില്ല. അയ്യോ, ഇത് ഒത്തിരി ചെറിയ അരിയായിപ്പോയി. പക്ഷെ നമുക്കിത് മോർ ദാൻ ഇനഫാണ്. ഞാനത് kg നോക്കിയായിരുന്നല്ലോ എടുത്തേ. ഇത് 1/2 കിലോയുടെയാണ്. ഞാൻ 1 kg ആണെന്നാണ് പെട്ടെന്ന് ഓർത്തെ. അപ്പോൾ ഓക്കെ, സാരമില്ല. ഇനിയിപ്പോൾ ഞാൻ കുക്കിങ്ങിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ എല്ലാം കുളമാകും. പിന്നെ അവർ വരുന്ന സമയത്ത് തീർത്തുമില്ല. എനിക്ക് അവർ വരുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണമെന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ചെയ്തിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കെ.
അങ്ങനെ നമ്മുടെ സദ്യക്കുള്ള ഐറ്റംസ് ഒക്കെ റെഡിയായി. ഇപ്പോൾ സമയം കുറേ ആയി, 8 മണി കഴിഞ്ഞു. അവർ രണ്ടുപേരും വന്നു, കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി ഇരിപ്പുണ്ട് സദ്യ കഴിക്കാൻ. അപ്പോൾ ചോറ് ഇവിടെ റെഡി, മത്തങ്ങയും പയറും കൂടെ കറി, അവിയൽ, തോരൻ, മെഴുക്കുവരട്ടി, പിന്നെ അച്ചാറുണ്ട്, പപ്പടമുണ്ട് കിച്ചണിൽ. പക്ഷെങ്കിൽ പായസം ഉണ്ടാക്കാൻ പറ്റിയില്ല. അതിനുള്ള സാധനങ്ങളൊന്നും ഞാൻ ഓർഡർ ചെയ്തില്ലെന്ന് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത്. ആഡായെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അത് പോട്ട് ബാക്കിയുള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് സദ്യ കഴിക്കാം. ഓക്കെ ഗൈസ്, ഇറ്റ്സ് റെഡി. ഫസ്റ്റ് ആര് വരും? ഏറ്റവും കഴിക്കാൻ ആക്രാന്തമുള്ളവർ ആദ്യം എഴുന്നേറ്റ് വരും. ഇവിടുന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓ, എൻ്റെ എക്സ്പെക്റ്റേഷൻ മാറ്റിക്കൊണ്ട് ഇറങ്ങി വന്നിരിക്കുന്നത് വേറെ ആളാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോയിൽ. വണക്കം. ഇതാണ് ഡോക്ടർ നീല, ഞങ്ങളുടെ ഈ വീട്ടിലെ 3rd മെമ്പർ. അപ്പം നമുക്ക് ഓണസദ്യ കഴിക്കാനായിട്ട് ഞാനിവിടെ പേപ്പർ വാഴയിലയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ശരി ചുളുങ്ങിപ്പോയി, പക്ഷെ സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, കം ഹിയർ. ഫാൻസി லைட்டிங் இல்லப்பா, നിങ്ങൾ ഇരിക്കേ. ഞാൻ ஓணம் சாப்பாடு செஞ்சுட்டான்ட்டு மற்ற நாள்லாம் தண்ணி எங்க தண்ணி எல்லடி இருக்குங்க. எது ஒரு few months இருக்கு. few weeks அதெல்லாம் எடிட் பண்ணிடுவா. ஓ, இப்போ நான் சாப்பிட்டு எனக்கு எதுவும் ஆகலைன்னா வீடியோ ஆன்லைன்ல போகும். அப்படி இல்லை நிலா, சாப்பிட்டு ஏதாவது ஆச்சுன்னா யூ கேன் கிளைம் ചെയ്യാനൊന്നും ഇല്ല. സൂപ്പറാ. யாரோ ஒன்று ப்ளீஸ். absolute favorite. ரொம்ப பிடிக்கும் cabbage carrot மெரன். thank you. எவ்வளோ பிடிக்கும் சொன்னாலும் 2 ஸ்பூன் தான் தருவா. ஒன்றும் இல்லை. போடுங்க அங்கே போடுங்க, அங்கே வைங்க. அடடே പിക്കിളിന് സ്പൂൺ എടുക്കണം. நான் எங்க தரையை சாப்பிட்டுமா? ഒരാൾക്ക് ഫസ്റ്റ് ഒരാൾക്ക് കൊടുത്തിട്ട് എനിക്ക് 2 കൈയിൽ ദൈവം തന്നുള്ളൂ. வாய் மட்டும் பெருசாக தந்துருக்காரு. ஒரு டேபிள் மேனர்ஸ். ஒரு வார்த்தை, ஆலிஸ் சாப்பிட்றீங்களா? அந்த பரவாயில்ல. அப்புறம் ஏன்னா பாவம் காலையிலேருந்து வேலை செஞ்சுட்டு வந்திருக்கீங்களா 2 பேரும். இவ்வளோ கஷ்டம் தெரியுமா? ஆமாம். ഇനി എൻ്റെ ആലീസ് കുട്ടിക്ക്, ആലീസിന് ഇലയില്ല, 3 ഇല വെച്ചിട്ടാടി കഴിക്കും. ഇലയില്ല, കഷ്ടമായിപ്പോയി. നമ്മുടെ ചീഫ് ഗസ്റ്റിന് കഷ്ടപ്പെട്ട് 12 hours ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഗസ്റ്റിന്. അപ്പോൾ നമ്മളിനി കഴിച്ചിട്ട് പിന്നെ കാണാം. അപ്പോൾ നമ്മൾ ഇന്നലെ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കാണുന്നത്. ബിക്കോസ് സദ്യയൊക്കെ എല്ലാവരും ആസ്വദിച്ച് കഴിച്ചു, അവർക്ക് 2 പേർക്ക് ഇഷ്ടമായെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 3 പേരും കൂടെ എൻ്റെ ഇവിടെ ഇരുന്ന് സംസാരിച്ച് ഓരോരുത്തരായിട്ട് സൈഡായി. സദ്യ കഴിഞ്ഞിട്ടുള്ള ക്ഷീണം. എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ അവരെഴുന്നേറ്റ് അവരുടെ റൂമിൽ പോയി. ഞാനാണെങ്കിൽ ഇവിടെ തന്നെ കിടന്നുറങ്ങി, ലൈറ്റ് ഓഫ് ചെയ്തില്ല, ഡോർ ക്ലോസ് ചെയ്തില്ല, അതുപോലെ ഉറങ്ങിയിട്ട് രാവിലെ 7:30-ക്കാണ് എഴുന്നേറ്റത്. അത് കഴിഞ്ഞപ്പോൾ നിള്ള ഡ്യൂട്ടിക്ക് പോയായിരുന്നു. ആലീസ് നാളെ വീട്ടിൽ പോവാണ്, നാട്ടിലോട്ട് വരുവാണ്. അപ്പോൾ അവൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഞങ്ങൾ നിങ്ങളോട് ലഗേജിൻ്റെ വെയിറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ നോക്കിയപ്പോൾ ഒരു 6 kgs എക്സ്ട്രാ നമുക്ക് വെക്കാം. അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചെന്നാൽ പുറത്ത് പോയിട്ട് ഒരു ലാസ്റ്റ് മിനിറ്റ് പർച്ചേസിങ് ചെയ്താലോ. അപ്പോൾ അങ്ങനെ അതിന് പോവാൻ റെഡി ആയിരിക്കുവാണ്. പിന്നെ ഒരു ഹെയർ കട്ടൊക്കെ 2 പേർക്കും ചെയ്യണമെന്നുണ്ട്. നോക്കാം, സമയം കിട്ടുന്ന പോലെ ചെയ്യാം. ബിക്കോസ് നാളെ 5 o'clock-നാണ് ഇവിടുന്ന് ബസ്. ഞാനും അവിടെ കൂടെ പോകുന്നുണ്ട്. എനിക്ക് 2-3 ദിവസം ഓഫ് അടുപ്പിച്ചുണ്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ പോയിട്ട് വരാം, അല്ല ഒത്തിരി ബോറിങ് ആകുമല്ലോ, അവളും ഇല്ല. അപ്പോൾ ഞാനും കൂടെ പോകുന്നുണ്ട്. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം. അപ്പം വേറെ 2 വീട്ടിലൊക്കെ ഫാമിലിയോടൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ഹായ് ബൈ പറയാനായിട്ട് ഒക്കെ പോകണം. അപ്പോൾ അങ്ങനെ ടൈം കിട്ടുന്നതനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ചിന്തിക്കുന്നു. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ചെറിയൊരു പർച്ചേസിങ്ങിന് പോവാം. നീ പോവല്ലേ വീട്ടിൽ? അവള് വിന്റർ തുടങ്ങിയപ്പോഴത്തേക്കിന് എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് വീട്ടിൽ പോവാ. നീ പോയല്ലേ? ഞാൻ പോയിട്ട് എപ്പം പോയിടി ഞാൻ? നീ വിന്ററിലാ പോയത്. പക്ഷെ അന്നേരം ഞാൻ ഇവിടെ അല്ല താമസിക്കുന്നത്. അവിടെ ബർത്ത്ഡേയുടെ ടൈമിൽ കറക്റ്റായിട്ട് ഞാൻ നാട്ടിൽ പോയി. ചെറുചേച്ചിക്കൊക്കെ വേറെ എന്തോ ആവശ്യം, ബ്രിസ്റ്റോളിൽ പോയി അവര്. ഇവള് മാത്രം ഇവിടെ. അവൾക്ക് ലക്കില്ല.
പക്ഷെ ഞാനായിരുന്നെങ്കിൽ ഇവിടെ താമസിക്കുമ്പോൾ ഞാൻ വിൻ്ററിൽ പോകത്തില്ല. ബിക്കോസ് എനിക്കറിയാം അത് വിഷമമാവുമെന്ന്. ஓ பட் என் பர்த்டேக்கு நீ பிளான் பண்ணி போகலாம். അത് പ്ലാൻ അല്ല, അൺപ്ലാൻഡ്. ஸோ நீ என்ன சொல்கிறேன்னா വിന്ററാ இருந்தா എന്നെ വിട്ടിട്ട് പോക മാട്ടേന്നല്ല, ചില സിറ്റുവേഷൻസ് വന്നാൽ പോയേ പറ്റൂ. പക്ഷെ ഇങ്ങനെ പോകില്ല. നിനക്ക് എന്ത് സിറ്റുവേഷൻ ഇപ്പോൾ? നിനക്കത് എക്സ്റ്റെൻഡ് ചെയ്യാമായിരുന്നല്ലോ. ആ 1.5 வருஷம் എന്നാ போய் 1.5 years ஆச்சுடி. അത് ഓക്കെ. ஓகே உனக்கு ஓகே. எத்தனை நாள் தான் உங்க மூஞ்சியை பார்த்துட்டு இருக்கேன். അവക്ക് എന്റെ മുഖം കണ്ടു മടുത്തു. ഓക്കെ ആയിക്കോട്ടെ. ഇവിടെ തിരിച്ചു വരുമ്പോ ഞാനിവിടെ ഉണ്ടെങ്കിലല്ലേ. என் ஃபேமிலியில் என் ஃபேஸை மறக்கிறதுக்கு முன்னாடி நான் போய் காமிச்சிட்டு അങ്ങനെ ഫാമിലിയിൽ ആരെങ്കിലും ഫേസ് മറക്കുമോ? ഇവക്കിപ്പം പോണം, അത്രേ ഉള്ളൂ. സാരമില്ല, ഇതാ ലൈഫ്. നമ്മുടെ ലൈഫിൽ ആരും പെർമനന്റ് അല്ല. അപ്പോൾ നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ വന്നു. പക്ഷേ ഇവിടെ ഭയങ്കര ക്യൂ ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പേരൊക്കെ എഴുതി വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഐബ്രോ ഒക്കെ ഒന്ന് ചെയ്തു. അതിന് ക്യൂ ഇല്ലായിരുന്നു. ക്യൂ അതെ, അമ്മച്ചിമാരെല്ലാവരും മുടി കഴുകാനും മുടി കോമ്പറ്റീഷൻ. ആകെ ഇച്ചിരി പ്രായം കുറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരേ ഉള്ളൂ ഇച്ചിരി പ്രായം കുറഞ്ഞവര്. ബാക്കി അമ്മച്ചിമാർ 80+ എല്ലാവരും വെയിറ്റിങ്ങിൽ. അപ്പോൾ നമുക്ക് മുടി വെട്ടാം, ടൈം എടുക്കും. നമ്മൾ രണ്ടുപേരും ഹെയർ കട്ടൊക്കെ ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഷോപ്പിങ്ങിന് വന്നേക്കുവാണ്. അവർക്ക് കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കണം. അപ്പോൾ അതും കൂടെ വാങ്ങിച്ചിട്ട് ഇറങ്ങാമെന്ന് ഓർത്തു. B&Mലാണ് വന്നേക്കുന്നത്. ഓൾറെഡി നമ്മളൊന്ന് വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. നോക്കാം. ടോയ്സിൻ്റെ സെക്ഷനിലോട്ട് ഞങ്ങളിപ്പം വന്നിട്ട് ഇവിടെ ഗേൾസിനാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ളതല്ലേ ഇടേ, ഒരു റിയലിസ്റ്റിക് ഫീല്. നിനക്ക് ഏത് വേണം? எனக்கா ആ അത് വേണോ? വാങ്ങിച്ചോ, ബില്ല് കൊടുത്താൽ മതി. ഇവിടെ വന്ന് നല്ല രസമുണ്ട് കാണാനായിട്ട്. എലിഫന്റ് ഇതാ, കുട്ടി എലിഫന്റ്. ചിന്നതായിരുന്ന നമുക്ക് ആര് വാങ്ങിച്ചു തരാനാ? അന്നേരം നമ്മുടെ കൈക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് പോകും പേരൻസ്. இந்த மாதிரி ஒன்று கொடுத்தானே ആർക്ക്? அவனுக்கு. ബോയ്സിനൊന്നും ഇഷ്ടപ്പെടത്തില്ല അല്ലേ. ബോയ്സിന് ഒത്തിരി കാറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അല്ലേ നോർമലി ഇഷ്ടപ്പെടുന്നത്. നീ എടുത്തല്ലോ. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ കഴിഞ്ഞില്ലേ? നീ ഏതാ എടുത്തേ? ആ ഇത് നല്ലതല്ലേ, 2 for 20. നമ്മൾ 2 എടുത്തു. ഒരു ബർത്ത്ഡേ ബോയ് ഉണ്ട്, നമുക്ക് വൈകിട്ട് അവിടെയും പോയി കൊടുക്കണം, പിന്നെ വേറൊരു കൊച്ചിനും കൊടുക്കണം. അപ്പോൾ ഇവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് സൂപ്പർ ഡ്രഗിലൂടെ ഒന്ന് കയറണം. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്ത് കയറി പോവാണ്. 3:30 സമയം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് മിനിറ്റിലെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു. കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ കുറച്ച് കോസ്മെറ്റിക്സും ഒക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. അവൾക്ക് ബർഗർ കഴിച്ചേ പറ്റൂ. നാട്ടിൽ മെഗ്ഡി ഇല്ലാത്തത് കൊണ്ട് അവൾക്ക് ഇവിടുത്തെ മെഗ്ഡി എന്ന് കഴിക്കണം. ചുമ്മാ പറഞ്ഞത്. അവൾക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഈ ഒരു ബർഗറേ ഉള്ളൂ. അപ്പോൾ ഞാൻ 2 സോസേജ് ஸ்பைசி பர்கர். ഓക്കെ, മെക്സ് സ്പൈസി ബർഗറാണ്. അപ്പോൾ അത് കഴിക്കാനായിട്ട് കയറി. ഞാൻ 2 സോസേജ് റോൾ വേറെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ബർഗർ കഴിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിൽ പോയി വെയിറ്റെല്ലാം ചെക്ക് ചെയ്യണം ഒന്നും കൂടെ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പോകാനുണ്ടല്ലേ, മറ്റേ ആൻറ്റിയുടെ വീട്ടിൽ പോകണ്ടേ? അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ആൻറ്റിയുടെ വീട്ടിൽ പോകാനുണ്ട്. പിന്നെ വൈകിട്ട് മറ്റേ ചേച്ചിയുടെ ഒക്കെ വീട്ടിൽ പോകണം. അപ്പോൾ അത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞാൽ ഇന്നത്തെ ഡേ കഴിഞ്ഞു. പിന്നെ രാവിലെ എഴുന്നേക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്തൊക്കെ പോയി പിന്നെ ഒരു ചേച്ചിയുടെ വീട്ടിലൊക്കെ പോകണമായിരുന്നു. എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ എഴുന്നേക്കണം. ബിക്കോസ് എയർപോർട്ടിലോട്ട് പോകാൻ ബസ്സാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അത് 5 മണിക്കാണ്. അപ്പോൾ ഒരു 4 മണി ആകുമ്പോഴെങ്കിലും എഴുന്നേക്കണം. ഞാനും എയർപോർട്ട് വരെ പോകുന്നുണ്ട്. അപ്പോൾ അവള് ലാസ്റ്റ് മിനിറ്റിൽ ഒരു ഡബിൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാധനങ്ങളൊക്കെ. എല്ലാം എടുത്ത് വെച്ചോന്നൊക്കെ. രാവിലെ ഇത്രയും നേരത്തെ എഴുന്നേക്കണമല്ലോ. അത് എഴുന്നേറ്റ് റെഡി ആകുമ്പോഴത്തേക്കും തന്നെ സമയമാകും. പിന്നെ ഉറക്കപ്പീച്ചിലായിരിക്കും. അപ്പോൾ എല്ലാം ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഇപ്പോഴേ എല്ലാം ഒന്നും കൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുവാണ്. അപ്പോൾ ഞാനും ഇനി ഒന്ന് നല്ലതായിട്ട് ഉറങ്ങണമെന്ന് വിചാരിക്കുന്നു. ബിക്കോസ് അല്ലെങ്കിൽ രാവിലെ നല്ലതായിട്ട് ടയേർഡായി പോവും. ഇന്ന് തന്നെ ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയപ്പോഴത്തേക്കിനും മടുത്തു. എന്താണെങ്കിലും അങ്ങനെ അവൾ കാത്തിരുന്ന ദിവസം നാളെ അവൾ വീട്ടിൽ പോവാണ്. എനിക്കും ഹാപ്പി ആണോയെന്ന് ചോദിച്ചാൽ ഹാപ്പി 50% ഉള്ളൂ. ബിക്കോസ് ഞാൻ അവളെ മിസ് ചെയ്യും. കാരണം ഇപ്പോൾ എപ്പം ഡ്യൂട്ടിക്ക് പോവാണെങ്കിലും വേറെ ഏത് കാര്യത്തിനൊക്കെ പോവാണെങ്കിലും എപ്പോഴും അവിടെ കൂടെ ആയിരുന്നത് കൊണ്ട് പെട്ടെന്ന് അവൾ വെക്കേഷന് പോകുമ്പോൾ ഒരു സങ്കടം. പക്ഷെ സാരമില്ല, അവിടെ വെക്കേഷനാണ്, അവൾ എൻജോയ് ചെയ്യണം. അപ്പോൾ അവൾ പോയിട്ട് സന്തോഷമായിട്ട് പോയി വരട്ടെ. അപ്പോൾ 1 മാസം എന്ന് പറയുന്നത് ഇതാന്ന് പറയുമ്പോൾ അങ്ങ് പൊക്കോളും. ചിലപ്പോൾ എനിക്ക് ഇച്ചിരി ടൈം പോകാത്തതുപോലെ തോന്നും, പക്ഷെ അവൾക്ക് പെട്ടെന്ന് പൊയ്ക്കോളും. അപ്പോൾ ഇനിയിപ്പോൾ 3 പേരിരുന്ന് സംസാരിച്ചിട്ടൊക്കെ എപ്പോഴാണ് ഉറങ്ങുന്നതെന്ന് തന്നെ അറിയത്തില്ല. അവർ 2 പേരും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് റൂമിലോട്ട്. ഇതാണ് ഞങ്ങളുടെ മീറ്റിംഗ് പ്ലേസ്. ഇപ്പോൾ
അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.